ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഇന്റർവ്യൂവിന് എപ്പോഴും ചോദിക്കാൻ ഒരു ചാൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ ഈക്വൽ ടു ആൻഡ് ട്രിപ്പിൾ ഈക്വൽ ടു? അതിനു മുമ്പ് ഈ ഡബിൾ ഈക്വൽറ്റിന് സൂചിപ്പിക്കുന്നത് ലൂസ് ഈക്വാലിറ്റി എന്നും അതേപോലെ ട്രിപ്പിൾ ഈക്വൽറ്റിന് സ്ട്രിക്റ്റ് ഈക്വാലിറ്റി എന്നാണ് സൂചിപ്പിക്കുക. അപ്പം ഇത് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ആ വാരിയബിളിലേക്ക് ഞാൻ 5 എന്ന് പറഞ്ഞ ഒരു ഇൻഡിജർ സ്റ്റോർ ചെയ്യാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, 5 ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്. ഇനി ഞാൻ ഇവിടെ ഒരു കൺസോൾ ലോഗ് കൊടുത്തിട്ട് ഈ var 1ന് ഞാൻ സ്ട്രിങ്ങിന്റെ ഡാറ്റ ടൈപ്പിലെ 5, അതായത് 5ന്റെ സ്ട്രിങ് ആയിട്ട് കമ്പയർ ചെയ്യും. ഇത് കമ്പയർ ചെയ്തിട്ട് ഞാനൊന്ന് ചുമ്മാ ഒന്ന് ഇവിടെ റണ്ണ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് ട്രൂ ആണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റ് പറയാണ് var 1ലുള്ള ഈ 5ഉം ഞാൻ ഇവിടെ കൊടുത്ത സ്ട്രിങ്ങിന്റെ 5ഉം ഈക്വൽ ആണ്. പക്ഷേ ഇത് ശരിക്കും ഈക്വൽ ആണോ? ഇത് ഈക്വൽ അല്ല. കാരണം var 1ൽ നിങ്ങൾ അസൈൻ ചെയ്തിരിക്കുന്നത് ഇൻഡിജർ ഡാറ്റ ടൈപ്പാണ്. ഇവിടെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് എന്താണ്? ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ്. അത് ആക്ച്വലി എന്തല്ല, വാലിഡ് അല്ല എല്ലാ സെനാരിയോയിലും. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ജാവാസ്ക്രിപ്റ്റിൽ വരുമ്പം ജാവാസ്ക്രിപ്റ്റ് ഇന്റേണലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അതായത് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് കമ്പാരിസൺ കണ്ടു കഴിഞ്ഞാൽ ഏതാണോ സ്ട്രിങ്ങിൻ്റെ അകത്തുള്ള വാല്യൂ അതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതായിട്ട് ഈക്വലേക്ക് ചെയ്യും. അതായത് var 1ന്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്. അതേപോലെ സ്ട്രിങ്ങിനുള്ള ഈ സാധനത്തിനെ ഇൻഡിജർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബിഹൈൻഡ് സീൻസിൽ ഇതെന്ത് ചെയ്യും? നമ്പർ ഓഫ് 5 എന്ന് കൊടുത്തിട്ട് അതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനെ വെച്ചിട്ടാണ് ഇവിടെ എന്താ പറയുക കമ്പയർ ചെയ്യുക. അതുകൊണ്ടാണ് നമുക്കിവിടെ ട്രൂ എന്ന് കിട്ടുന്നത്. ഇനി ട്രിപ്പിൾ ഈക്വൽ ടു എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇവിടെ ട്രിപ്പിൾ ഈക്വൽ ടു കൊടുക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ഈക്വൽ ടു കൊടുത്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഫാൾസ് എന്ന് വരും. കാരണം എന്താണ്? ട്രിപ്പിൾ ഈക്വൽ ടു ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താ പറയുക വാല്യൂവിനെ മാത്രമല്ല, അതിൻ്റെ ഡാറ്റ ടൈപ്പും കൂടി മാച്ച് ആവണം. അതായത് ഇവിടെ സ്ട്രിങ് ആയിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും സ്ട്രിങ് ആയാൽ മാത്രമേ എനിക്കത് ട്രൂ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പം കമ്പയർ ചെയ്തത് ഇൻഡിജർ വെച്ചിട്ടാണ്. അപ്പോൾ ഇൻഡിജർ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് ഫോൾസ് കിട്ടും. ഇനി ഞാനിവിടെ ചേഞ്ച് ചെയ്തിട്ട് അതും സ്ട്രിങ് ആക്കി മാറ്റി ഇനി ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ട്രൂ എന്ന് കിട്ടും. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്ന ടൈമിൽ വാരിയബിളിൻ്റെ വാല്യൂ മാത്രമേ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പം ചെക്ക് ചെയ്യുള്ളൂ. പക്ഷെ ട്രിപ്പിൾ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ വാല്യൂം ചെക്ക് ചെയ്യും, അതിൻ്റെ ടൈപ്പും ചെക്ക് ചെയ്യും.